ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികുമാർ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2025 ആഗസ്റ്റ് 11 മുതൽ കർക്കിടക രാശിയിൽ വക്രത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ബുധഗ്രഹം നേർസഞ്ചാരത്തിൽ വരുന്നു. അങ്ങനെ ബുധഗ്രഹം കർക്കിടക രാശിയിൽ നേർസഞ്ചാരത്തിൽ വരുന്നതിൻ്റെ പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റുകൾ, അതിൻ്റെ ഗുണഫലങ്ങൾ ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റി ആണ് ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ജൂലൈ 18 മുതൽ ബുധൻ കർക്കിടക രാശിയിൽ സഞ്ചരിക്കുകയാണ്. കഴിഞ്ഞ ജൂലൈ 18 മുതൽ ആ ബുധൻ വക്രഗതിയിലാണ് സഞ്ചരിക്കുന്നത്. ആഗസ്റ്റ് 11 ആകുമ്പോൾ ആ കർക്കിടക രാശിയിൽ വക്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ബുധഗ്രഹം നേർസഞ്ചാരത്തിൽ വരികയാണ്. അപ്പം ബുധൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വിദ്യയുടെയും ബുദ്ധിയുടെയൊക്കെ കാരകനാണ്. പാണ്ഡിത്യത്തിൻ്റെ ഗ്രഹമാണ്, കമ്മ്യൂണിക്കേഷൻ്റെ ഗ്രഹമാണ്, നർമ്മബോധത്തിൻ്റെ ഗ്രഹമാണ്, ബിസിനസ്സിൻ്റെ കാരകനാണ്, ബിസിനസ് വൈദഗ്ധ്യത്തിൻ്റെയൊക്കെ ഗ്രഹമാണ്, ഗണനത്തിൻ്റെയൊക്കെ ഗ്രഹമാണ്. അപ്പം പൊതുവെ അത്തരത്തിലുള്ള ഒരു ഗ്രഹം ബുധൻ വക്രത്തിൽ സഞ്ചരിച്ച സമയമായതുകൊണ്ട് കഴിഞ്ഞ ജൂലൈ പകുതിക്ക് ശേഷം ഈ ആഗസ്റ്റ് 10 വരെ അവയുടെ കാരകത്വങ്ങൾക്കൊക്കെ ഒരു മങ്ങല് ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ വന്ന ആ മങ്ങലുകളെല്ലാം മാറി ആഗസ്റ്റ് 11 മുതൽ ആ ബുധൻ നേർസഞ്ചാരത്തിൽ വരുമ്പോൾ ആ ബുധൻ്റെ കാരകത്വങ്ങൾക്ക് വന്ന മങ്ങലൊക്കെ മാറുകയും നമുക്ക് ഗുണാനുഭവം ഉണ്ടാക്കുകയും ചെയ്യും. അത് എങ്ങനെയായിരിക്കും ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും ആ ബുധൻ നേർസഞ്ചാരത്തിൽ വരുന്നത് സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഈ വീഡിയോയിൽ ചിങ്ങം, കന്നി, തുലാം, വൃശ്ചിക കൂറുകാർക്കും ലഗ്നക്കാർക്കും ബുധൻ കർക്കിടക രാശിയിൽ നേർസഞ്ചാരത്തിൽ വരുന്നതിൻ്റെ പോസിറ്റീവ് ചേഞ്ചസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ചിങ്ങക്കൂറുകാർക്കും ചിങ്ങ ലഗ്നക്കാർക്കും, അതായത് മകം, പൂരം, ഉത്തരം നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽ പെടുന്നവർക്ക്. അപ്പം ചിങ്ങക്കൂറുകാർക്കും ചിങ്ങ ലഗ്നക്കാർക്കും ബുധനെന്ന് പറയുന്നത് അവരുടെ 2ാം ഭാവാധിപനും 11ാം ഭാവാധിപനുമാണ്. ഈ 2ഉം 11ഉം ഭാവാധിപനായിട്ടുള്ള ബുധൻ 12ലാണ് കർക്കിടക രാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് പ്രത്യേകിച്ച് ധനപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിൽ വന്ന വീഴ്ചകൾ, അതുപോലെ ധനം കൈകാര്യം ചെയ്തതിൽ വന്ന വീഴ്ചകൾ, ആലോചനയില്ലാതെയുള്ള ധനം ചെലവ് ചെയ്യൽ, അതുപോലെ സാമ്പത്തികമായി വന്ന പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, അതുപോലെ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുകയും വരുമാനം നോക്കാതെയുള്ള ധനം ചെലവ് ചെയ്യുകയൊക്കെ ചെയ്തത് വഴിയുള്ള ബുദ്ധിമുട്ടുകൾ, കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങൾ, ഇത്തരം പ്രശ്നങ്ങൾ വന്നവരെ സംബന്ധിച്ചിടത്തോളം ആഗസ്റ്റ് 11 മുതൽ ആ 12ാം ഭാവരാശി നിൽക്കുന്ന വക്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ബുധൻ നേർസഞ്ചാരത്തിൽ വരുമ്പോൾ അത്തരം പ്രശ്നങ്ങളിൽ നിന്ന് കരകയറുന്നതിനുള്ള മാർഗങ്ങൾ ഇവർക്ക് കണ്ടെത്താൻ കഴിയും. അപ്പോൾ പൊതുവേ നമുക്ക് കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധ കൂടും. പ്രത്യേകിച്ച് കുടുംബ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനും കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും മാനസികമായിട്ട് വന്ന പിരിമുറുക്കം, വൈകാരികമായിട്ടുള്ള അസന്തുലിതാവസ്ഥ ഇവയൊക്കെ മാറുന്നതിന് ആ ബുധൻ 12 നേർസഞ്ചാരത്തിൽ വരിക വഴി നമുക്ക് അതിനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ടാകും. ഇപ്പം നമുക്ക് 12 ബുധൻ വക്രത്തിലൊക്കെ സഞ്ചരിക്കുമ്പോൾ പൊതുവേ നമുക്കൊരു ടെൻഷൻ, അതുപോലെ ഉറക്കക്കുറവ്, ഒരു ഭയം ഇവയൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പം അത്തരത്തിലുള്ള ആ നിദ്രാഭംഗങ്ങൾ ഒക്കെ മാറും. അതുപോലെ വിദേശ വ്യാപാരം അഥവാ വിദേശ ബന്ധം വഴിയുള്ള വരുമാനം ആർജിക്കുന്നതിന് നമുക്ക് വന്ന ബുദ്ധിമുട്ടുകൾ, അഥവാ നമുക്ക് വിദേശ വരുമാനം നേടണമെങ്കിൽ നമുക്ക് അമിതമായിട്ട് വേണ്ടി വന്ന ചെലവുകൾ, ഇവയൊക്കെ നമുക്ക് കുറയ്ക്കാൻ കഴിയുന്ന സമയമായിരിക്കും. അപ്പോൾ നമുക്ക് ചെലവ് കുറച്ച് വിദേശ വരുമാനം ഉണ്ടാകുന്നതിനുള്ള ഒരു മാർഗം ഈ സമയത്ത് ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് ഈ അമിത ചെലവുകളെല്ലാം കുറയ്ക്കുന്നതിനുള്ള ഒരു മാർഗം നമുക്ക് പ്ലാൻ ചെയ്യാൻ കഴിയും. ടീച്ചിങ്ങിൽ, കമ്മ്യൂണിക്കേഷൻ ഇവയിലൊക്കെ വന്ന ആലസ്യം അല്ലെങ്കിൽ ഉദാസീനത ഇവയൊക്കെ മാറിക്കിട്ടും.
അതുപോലെ തന്നെ ധനപരമായ പ്രശ്നങ്ങൾ അപഗ്രഥിക്കുന്നതിനും അവയ്ക്ക് ഉചിതമായിട്ടുള്ള പ്രതിവിധികൾ കണ്ടെത്തുന്നതിനും ബുധൻ്റെ നേർസഞ്ചാരം വഴിതെളിക്കും. കുടുംബ ബിസിനസ്സിൽ എന്തെങ്കിലും പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ അവയൊക്കെ പരിഹരിച്ച് ആ ബിസിനസ് ലാഭകരമാക്കാനുള്ള ഒരു ശ്രമമൊക്കെ ഉണ്ടാകും. അതുപോലെ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വന്നവരെ സംബന്ധിച്ചിടത്തോളം ആ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ആശ്വാസമുണ്ടാകും. പ്രത്യേകിച്ച് 2ാം ഭാവാധിപനാണ് ആ 12 വക്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ദന്തസംബന്ധമായിട്ടോ നയന സംബന്ധമായിട്ടോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, ENT സംബന്ധമായിട്ടോ എന്തെങ്കിലും ഇഷ്യൂസ് വന്നവർക്ക് അത്തരം പ്രശ്നങ്ങളിൽ നിന്ന് അവർക്ക് പരിഹാരം ഉണ്ടാകും. അതിൽ നിന്നൊക്കെ ഒരു ആശ്വാസം ഉണ്ടാകും. അതിൽ നിന്ന് ഒരു റിക്കവറി ഉണ്ടാകും. പൊതുവെ നമുക്ക് ദിനചര്യകളിൽ വന്ന ആ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. വർക്കിലൊക്കെ കൂടുതൽ ആക്റ്റീവ് ആകും. തൊഴിലിടത്ത് വന്ന കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കും. അങ്ങനെ തൊഴിലിടത്ത് പ്രത്യേകിച്ച് കോവർക്കേഴ്സുമായിട്ടുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറി അവരുടെ ഒരു സഹകരണം ഉണ്ടാകുന്നതിനും അവരുടെ ശത്രുതയൊക്കെ കുറയുന്നതിനും ആ ബുധൻ്റെ നേർസഞ്ചാരം വഴിതെളിക്കും എന്ന് തന്നെ പറയാം. ഇനി കന്നിക്കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും, അതായത് ഉത്തര നക്ഷത്രത്തിൻ്റെ അവസാന 3 പാദം, അതുപോലെ അത്തം ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവർക്ക് ഈ കർക്കിടക രാശിയിലെ ബുധൻ വക്രസ്ഥിതി മാറി നേർസഞ്ചാരത്തിൽ വരുന്നത് എന്ത് ഗുണം ചെയ്യും നോക്കാം. കന്നിക്കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും ജന്മരാശ്യാധിപനും ലഗ്നരാശ്യാധിപനുമാണ് ബുധൻ. അതുപോലെ കർമ്മഭാവാധിപനുമാണ് ബുധൻ. അപ്പോൾ 1ഉം 10ഉം ഭാവാധിപനായിട്ടുള്ള ബുധൻ അവരുടെ 11ലാണ് വക്രത്തിൽ സഞ്ചരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ബുധൻ വക്രത്തിൽ സഞ്ചരിച്ച സമയമായതുകൊണ്ട് സുഹൃത്തുക്കൾ, സാമൂഹ്യ ബന്ധങ്ങൾ, ഇവകളിൽ വന്ന പ്രശ്നങ്ങൾ, അതുപോലെ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ സാധിക്കാതെ വന്ന അവസ്ഥകൾ, ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വന്ന ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് വന്ന സംഭവവാസങ്ങൾ, തെറ്റിദ്ധാരണകൾ, അതുപോലെ തൊഴിലവസരങ്ങൾ പ്രതീക്ഷിച്ചവർക്ക് വന്ന നിരാശകൾ, തൊഴിലിടത്തെ കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങൾ, അതുപോലെ ധനാഗമത്തിൽ വന്ന തടസ്സങ്ങൾ, കാലതാമസം, തീരുമാനമെടുക്കുന്നതിൽ വന്ന കാലതാമസം, അതുമുഖാന്തരം വന്ന പ്രശ്നങ്ങൾ, ഇത്തരം പ്രശ്നങ്ങൾ വന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ 11ാം ഭാവരാശിയിൽ ആഗസ്റ്റ് 11 വക്രത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ബുധൻ നേർസഞ്ചാരത്തിൽ വരുമ്പോൾ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് ക്രമേണ മോചനമുണ്ടാകും. ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ തൊഴിലിൽ വന്ന തടസ്സങ്ങൾ, അല്ലെങ്കിൽ തൊഴിലിടത്തെ തെറ്റിദ്ധാരണകൾ, തൊഴിലിടത്ത് വന്ന കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ്, ഇവയൊക്കെ ക്രമേണ മാറും. അതായത് തൊഴിലിടത്തെ പ്രശ്നങ്ങൾ കുറച്ചുകൂടെ സ്മൂത്താകും. ഇപ്പോൾ തൊഴിൽ അന്തരീക്ഷം നമുക്ക് സന്തോഷകരമാകും എന്ന് പറയാം. തൊഴിൽ കൊണ്ടുള്ള നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാകും. അതുപോലെ ധനാഗമത്തിൽ വന്ന കാലതാമസം, നമ്മൾ പ്രതീക്ഷിച്ച കാശൊക്കെ സമയത്തിന് കൈവശം വന്നു ചേർന്നില്ല എങ്കിൽ അതിന് വന്ന കാലതാമസമൊക്കെ മാറി നമുക്ക് ആ കാശ് കൈവശം കിട്ടുന്നതിന് സാധ്യതയുണ്ട്. അതുപോലെ തൊഴിലിൽ നിന്നുള്ള ധനാഗമമൊക്കെ കൂടും. ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വന്ന വീഴ്ചകൾ പരിശോധിച്ച് അവ പരിഹരിച്ച് ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കും. അതുപോലെ സൗഹൃദത്തിലും സാമൂഹ്യ ബന്ധങ്ങളിലും വന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് അവയൊക്കെ നമുക്ക് പോസിറ്റീവായിട്ട് മാറ്റി അവ മുഖാന്തരം നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള ശ്രമമൊക്കെ ഉണ്ടാകും. അതുപോലെ തൊഴിൽപരമായിട്ടും ധനപരമായിട്ടും നമ്മുടെ ആഗ്രഹങ്ങൾ ഏറെക്കുറെ സാധിക്കുന്ന സമയം എന്ന് തന്നെ പറയാം. ധനാഗമമൊക്കെ കൂടും. പൊതുജന പ്രീതിയിൽ വന്ന ആ ഇടിവ് അതൊക്കെ മാറി നമുക്ക് പൊതുജനങ്ങളുടെ ഒരു പ്രീതിയൊക്കെ ഈ സമയത്തുണ്ടാകും. ജ്യേഷ്ഠ സഹോദരന് സാമ്പത്തിക നേട്ടമുണ്ടാകും. അവർ മുഖാന്തരം നമുക്ക് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. അതുപോലെ വ്യക്തി ജീവിതത്തിലും പ്രൊഫഷണൽ ജീവിതത്തിലും സന്തോഷപരമായിട്ടുള്ള അനുഭവങ്ങൾ, നേട്ടങ്ങൾ ഈ സമയത്ത് ഈ കൂറുകാർക്ക് പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് തുലാക്കൂറുകാർക്കും തുലാ ലഗ്നക്കാർക്കും ഈ ബുധൻ കർക്കിടക രാശിയിൽ വക്രസ്ഥിതി മാറി നേർസഞ്ചാരത്തിൽ വരുന്നതിൻ്റെ ഗുണാനുഭവങ്ങൾ എന്താണെന്ന് നോക്കാം. തുലാക്കൂറുകാർക്കും തുലാ ലഗ്നക്കാർക്കും 9ഉം 12ഉം ഭാവാധിപനായിട്ടുള്ള ബുധൻ
ആ ബുധൻ ഇപ്പോൾ കർമ്മസ്ഥാനത്ത് 10ാം ഭാവരാശിയിൽ വക്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബുധൻ കർമ്മസ്ഥാനത്ത് വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് തൊഴിലിടത്ത് വന്ന കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങൾ, ഉന്നത വിദ്യാഭ്യാസത്തിൽ വന്ന തടസ്സങ്ങൾ അല്ലെങ്കിൽ ശ്രദ്ധക്കുറവ്, ഭാഗ്യ തടസ്സങ്ങൾ, ദൂരയാത്രകൾക്ക് വന്ന തടസ്സങ്ങൾ, ആത്മീയ കാര്യങ്ങളിൽ വന്ന ശ്രദ്ധക്കുറവ്, വിദേശ പഠനത്തിൽ അഡ്മിഷൻ വന്ന കാലതാമസം, വിസ പ്രശ്നങ്ങൾ, അതുപോലെ നമുക്ക് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായ തീരുമാനങ്ങൾ എടുക്കുക വന്ന ധനനഷ്ടങ്ങൾ, ധനച്ചെലവ്, ഇത്തരം പ്രശ്നങ്ങൾ വന്നവരെ സംബന്ധിച്ചിടത്തോളം ആഗസ്റ്റ് 11 കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന വക്രത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ നേർസഞ്ചാരത്തിൽ വരുമ്പോൾ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് ക്രമേണ നമുക്ക് മോചനമുണ്ടാകും. നമുക്ക് പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഈ പറഞ്ഞ മേഖലകളിലൊക്കെ അനുഭവപ്പെടും എന്ന് തന്നെ പറയാം. ഇപ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചർച്ചകളുണ്ടാകും. അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് തീരുമാനങ്ങളൊക്കെ ഈ സമയത്ത് എടുക്കാൻ കഴിയും. മേലുദ്യോഗസ്ഥരുമായിട്ടുള്ള തെറ്റിദ്ധാരണകൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, അതുപോലെ തൊഴിലിടത്തെ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, ഇവയൊക്കെ നമുക്ക് മാറും. വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് കമ്മ്യൂണിക്കേഷൻ വന്ന ആ പ്രശ്നങ്ങളൊക്കെ മാറും. തൊഴിൽ അന്വേഷണമൊക്കെ സ്മൂത്താകും. ആത്മീയ അവബോധമൊക്കെ കൂടുന്ന സമയമാകും. ഈശ്വര കടാക്ഷമൊക്കെ ഉണ്ടാകുന്ന സമയമായിരിക്കും. അതുപോലെ മാതാവിന് തൊഴിലിടത്തുണ്ടായ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും. അതുപോലെ ഈ തൊഴിലിലൊക്കെ ഈ ട്രെയിനിങ്ങിനൊക്കെ വന്ന ആ തടസ്സങ്ങൾ, കാലതാമസം, അവയൊക്കെ മാറി. അതുപോലെ ബിസിനസ്സിൽ വന്ന പ്രശ്നങ്ങൾ മാറും. ബിസിനസ്സൊക്കെ സ്മൂത്താകുന്നതിനുള്ളൊരു ശ്രമം ഉണ്ടാകും. പൊതുവെ ധർമ്മചിന്ത, സത്പ്രവർത്തനങ്ങൾ, ഇവയിലൊക്കെ നമ്മൾ പങ്കാളി ആകുന്നതിനുള്ളൊരു ശ്രമം ഉണ്ടാകും. ആതുര സേവനത്തിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അടുത്ത കാലത്ത് വന്ന ആലസ്യമൊക്കെ മാറും. അതുപോലെ വിദേശത്ത് വർക്ക് ചെയ്യുന്നവർക്ക് ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമായിരിക്കും. വിദേശ യാത്രകൾക്ക് വന്ന തടസ്സങ്ങളൊക്കെ മാറും. അതുപോലെ തന്നെ ഈ ഫോറിൻ സെറ്റിൽമെൻറ്റിന് വന്ന തടസ്സങ്ങൾ മാറും. കുടുംബത്തിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങളൊക്കെ ഒരു വിധമൊക്കെ പരിഹരിച്ചു പോകുന്നതിന് ആ ബുധൻ്റെ കർക്കിടക രാശിയിലെ നേർസഞ്ചാരം വഴിതെളിക്കുമെന്ന് പറയാം. അതുപോലെ നമുക്ക് ഈ തൊഴിലിലൊക്കെ ഉന്നതി, അതിൻ്റെ ഉയർച്ചയ്ക്കൊക്കെ പ്ലാൻ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുകൂല സമയമായിരിക്കും. മേലുദ്യോഗസ്ഥരുടെ പ്രീതിയൊക്കെ ഉണ്ടാകുന്ന സമയമായിരിക്കും. ആഗ്രഹിക്കുന്ന രീതിയിൽ പഠനമൊക്കെ, ഉന്നത പഠനമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനൊക്കെ കഴിയും. പഠിതാക്കൾക്ക് പൊതുവെ ഇപ്പോൾ ക്യാമ്പസ് പഠനമൊക്കെ പൂർത്തിയായിട്ടൊക്കെ വരുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഏത് കാര്യത്തിലും യുക്തിസഹമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ആകുന്ന സമയം ആയിരിക്കും ഈ ബുധൻ കർമ്മസ്ഥാനത്ത് നേർസഞ്ചാരത്തിൽ വരിക വഴി തുലാക്കൂറുകാർക്കും ലഗ്നക്കാർക്കും ഉണ്ടാകുന്നത്. ഇനി വൃശ്ചികക്കൂറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും ബുധൻ കർക്കിടക രാശിയിൽ വക്രസ്ഥിതി മാറി നേർസഞ്ചാരത്തിൽ വരുന്നതിൻ്റെ ഇമ്പാക്റ്റ്, അതിൻ്റെ ഗുണഫലങ്ങൾ എന്തൊക്കെയാവും നോക്കാം. വൃശ്ചികക്കൂറുകാരെന്ന് പറയുമ്പോൾ വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാന പാദം, അനിഴം തൃക്കേട്ട നക്ഷത്രക്കാരാണ്. അതുപോലെ ഈ വൃശ്ചികക്കൂറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും ബുധൻ അഷ്ടമ ഭാവാധിപനാണ്. അതുപോലെ 11ാം ഭാവാധിപനുമാണ്. അപ്പോൾ 8ഉം 11ഉം ഭാവാധിപനായിട്ടുള്ള ബുധനാണ് ഭാഗ്യസ്ഥാനത്താണ് വക്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ ഭാഗ്യസ്ഥാനത്ത് ബുധൻ വക്രത്തിൽ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ ഹയർ എഡ്യൂക്കേഷനിൽ വന്ന പ്രശ്നങ്ങൾ, ഗുരുക്കന്മാർ സീനിയർ അധ്യാപകരുമായിട്ട് വന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ, പിതാവുമായിട്ട് വന്ന ഭിന്നതകൾ, തർക്കങ്ങൾ, ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിൽ വന്ന കാലതാമസങ്ങൾ, സുഹൃത്തുക്കളും സാമൂഹ്യ ബന്ധങ്ങളിലും വന്ന പോരായ്മകൾ, വീഴ്ചകൾ, അതുപോലെ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, ആഗ്രഹ സാഫല്യത്തിന് വന്ന തടസ്സങ്ങൾ, ജോയിൻ്റ് അസറ്റുകൾ പുനർവിന്യാസം നടത്തിയതിൽ വന്ന വീഴ്ചകൾ, പിന്തുടർച്ചാ സംബന്ധമായിട്ടുള്ള തർക്കങ്ങൾ, ഇത്തരം പ്രശ്നങ്ങൾ വന്നവർക്ക് ആഗസ്റ്റ് 11 മുതൽ ബുധൻ ഭാഗ്യസ്ഥാനത്ത് വക്രസ്ഥിതി മാറി നേർസഞ്ചാരത്തിൽ ആകുമ്പോൾ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് അവർക്ക് മുക്തി ഉണ്ടാകും. അവർക്ക് അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ ഈ ബുധൻ്റെ നേർസഞ്ചാരം ഭാഗ്യസ്ഥാനത്ത് വരിക വഴി ഉണ്ടാകും.
പ്രതീക്ഷിക്കുന്ന വിധം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന സമയമായിരിക്കും. ഉന്നത പഠനങ്ങളിലെ തടസ്സങ്ങളൊക്കെ മാറും. ആഗ്രഹിക്കുന്ന രീതിയിൽ പഠനത്തിൽ മുന്നേറ്റം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അതുപോലെ തന്നെ പഠനവുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ദൂര യാത്രകൾ ഈ സമയത്തുണ്ടാകും. വിദേശ യാത്രികൾ, അതുപോലെ വിദേശത്ത് പഠനത്തിന് ഉണ്ടായ തടസ്സങ്ങൾ, അഡ്മിഷന് വന്ന തടസ്സങ്ങൾ, ഇവയൊക്കെ മാറും. ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കൂടും. മതപരമായിട്ടുള്ള വിശ്വാസങ്ങളിൽ അവയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലൊക്കെ പങ്കാളിയാകും. മാനസികമായിട്ട് സന്തോഷ അനുഭവമൊക്കെ ഉണ്ടാകുന്ന സമയമായിരിക്കും. ദൂരയാത്രകൾക്കോ ഉന്നത പഠനത്തിനോ വന്ന നിയമ തടസ്സങ്ങളൊക്കെ മാറും. നിയമവിദ്യാഭ്യാസമൊക്കെ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിൽ ഭാഗ്യാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. പൊതുവെ ഭാഗ്യ തടസ്സങ്ങളൊക്കെ മാറും. കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ മാറും. കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള കഴിവ്, പ്രാപ്തിയൊക്കെ ഈ സമയത്തുണ്ടാകും. സുഹൃത്തുക്കളോ അയൽവക്കക്കാരോ അവരുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ആ പ്രശ്നങ്ങളെല്ലാം രമ്യമായിട്ട് പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. നിഗൂഢ ശാസ്ത്രമൊക്കെ അഭ്യസിക്കുന്നവർക്ക്, റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക് അടുത്ത കാലത്ത് വന്ന ആലസ്യങ്ങൾ, തടസ്സങ്ങൾ അല്ലെങ്കിൽ ശ്രദ്ധക്കുറവ് ഇവയൊക്കെ മാറും. പൊതുവെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അനുഭവമൊക്കെ ഈ സമയത്ത് ഈ ബുധൻ്റെ നേർസഞ്ചാരം വഴി, ഭാഗ്യസ്ഥാനത്ത് നേർസഞ്ചാരം വഴി ഉണ്ടാകും എന്ന് തന്നെ പറയാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.